അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. 95 വയസ്സുകാലം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും സേവനം ചെയ്യുവാൻ പിതാവിന് ദൈവം അവസരം നൽകി. 1930 ഡിസംബർ 13 പിതാവ് ജനിച്ചത്. പിതാവ് തൻ്റെ പ്രാരംഭ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയാണ് വൈദികനായത്. റോമിൽ പഠിച്ചു, പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. റോമിൽ തന്നെ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് സമ്പാദിച്ചു. തിരിച്ച് രൂപതയിലെത്തിയ പിതാവ് അഭിമന്യ വള്ളപ്പള്ളി പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും രൂപതയുടെ ചാൻസലറായും മൈനർ സെമിനാരിലെ അധ്യാപകനായും ഒപ്പം മൈനർ സെമിനാർ റെക്ടറായിട്ട് സേവനം ചെയ്യുകയുണ്ടായി. അങ്ങനെ സേവനം ചെയ്തു വരുന്ന ആ അവസരത്തിലാണ് 1973 മാനന്തവാടി രൂപത സ്ഥാപിതമാകുന്നത്. മാർച്ച് 1. 1973 മെയ് 1 പിതാവിൻ്റെ മെത്രാഭിഷേകം മാനന്തവാടി വെച്ച് നടന്നു. അതേ തുടർന്ന് മാനന്തവാടി രൂപതയിൽ 22 വർഷക്കാലം പിതാവ് സേവനം ചെയ്തു. മാനന്തവാടി രൂപതയ്ക്ക് എല്ലാ അടിസ്ഥാനങ്ങളും ഇട്ടത് പിതാവ് തന്നെയാണ്. വിവിധ ഇടവകളുടെ തുടക്കം, മൈനർ സെമിനാരിയുടെ ആരംഭങ്ങൾ, പാസ്റ്റർ സെൻ്ററിൻ്റെ ആരംഭം, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ പിതാവിൻ്റെ ശ്രദ്ധയിരുത്തിയിരുന്നു. നല്ലൊരു ഇടയനായിരുന്നു പിതാവ്. വിശുദ്ധിയും നിർമ്മലതയും നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് ശ്രദ്ധേയനായിരുന്നു. എല്ലാവരോടും ഏറെ സ്നേഹത്തോടുകൂടി ഇടപെടുവാൻ പിതാവിന് സാധിച്ചിരുന്നു. വിനയാന്വിതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തൂങ്കുഴി പിതാവ്. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഏറെ വിശ്വസ്തതയിൽ എടുക്കുന്ന ഒരു ശൈലിയായിരുന്നു പിതാവിനുണ്ടായിരുന്നത്. 22 വർഷം കഴിഞ്ഞ് പിതാവ് 1995 താമരശ്ശേരിയിലേക്ക് സ്ഥലം മാറുകയുണ്ടായി. പക്ഷെ താമരശ്ശേരിയിലെ താമസവും ശുശ്രൂഷയും ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഒതുങ്ങി നിന്നു. അവിടെ നിന്ന് പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായിട്ടാണ് നിയമിതനായത്. ഏതാണ്ട് 10 വർഷക്കാലം പിതാവ് തൃശ്ശൂർ സേവനം ചെയ്തു. അഭിമന്യ കുണ്ടൂളം പിതാവിന് ശേഷം തൃശ്ശൂരിന് മനോഹരമായി നയിക്കുവാൻ തൂങ്കുഴി പിതാവിന് സാധിച്ചു. തൃശ്ശൂരിൻ്റെ അഭിമാനങ്ങളായി നിൽക്കുന്ന മേരിമാതാ മേജർ സെമിനാരിയും ജൂബിലി മെഡിക്കൽ കോളേജും അങ്ങനെ തുടങ്ങി പലതും പിതാവിൻ്റെ മനോമുകുരത്തിൽ വിഴിഞ്ഞ ആശയങ്ങളാണ്. പിതാവ് അവിടുത്തെ ജനത്തെ സ്നേഹിച്ചു, അവരും പിതാവിനെ സ്നേഹിച്ചു. പിതാവ് ഇന്ന് നമ്മളോട് വിട പറയുമ്പോൾ നല്ലൊരു പിതാവിനെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷേ പിതാവിൻ്റെ മരണത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. രോഗാവസ്ഥയിൽ ക്ഷീണിതനായി ദീർഘനാളിങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ദൈവസന്നിധിയെ കടന്നു പോകുന്നതാണല്ലോ. നല്ല ദൈവം പിതാവിനെ തൻ്റെ പക്കലേക്ക് സ്വീകരിച്ച് നിത്യസമ്മാനം നൽകി അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിതാവ് ഒരു ആത്മീയ മനുഷ്യനായിരുന്നു. അനേകർക്ക് ദൈവവിജ്ഞാനം, ദൈവ അനുഭവം പകർന്നു കൊടുക്കാൻ പിതാവിന് സാധിച്ചിട്ടുണ്ട്. യാതൊരു എടുത്തിയാട്ടവുമില്ലാതെ വളരെ വിനയാന്വിതമായ സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെടുന്ന സ്നേഹസമ്പന്നനായ തൂങ്കുഴി പിതാവിനെ മറക്കുവാൻ സാധിക്കില്ല. 22 വർഷക്കാലം പിതാവിൻ്റെ കൂടെ സേവനം ചെയ്യാൻ എനിക്ക് സാധിച്ചൊരു ഭാഗ്യമായി കരുതുകയാണ്. എൻ്റെ വൈദിക ജീവിതത്തെ ഏറെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റേത്. പിതാവിൻ്റെ ശൈലി ഏറെ സ്വന്തമാക്കുവാൻ സാധിച്ച സ്നേഹത്തോടെ ഓർക്കുന്നു. പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പിതാവിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും പിതാവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് ജീവിച്ച എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, അനുശോചനം അറിയിക്കുന്നു. ദൈവം പിതാവിനെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കട്ടെ.